നമ്മുടെ ഈ അടുത്ത് രേണുസുതി വധഭീഷണി വരെ മുഴക്കേക്കുന്ന രണ്ടുപേരാണ്. അവരെ ഞാൻ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സ്വന്തം മല്ലു റാപ്പേഴ്സ്. ആ പേര് സെലക്ട് ചെയ്താരാ? സത്യം ഇല്ല, നിന്നെ 4 പേര് അറിയുമോടാ നാറി. വെല്ലുവിളിയാ. ചേച്ചിക്കായത് കുറച്ച് സാമ്യമുള്ളതുകൊണ്ടാണ് ഇവനാക്കിയത്. എനിക്ക് കാണാൻ ഭംഗിയുണ്ട്. ചേച്ചി നല്ല ഭംഗിയാണ്. പിന്നെന്താ നേരിട്ടൊന്ന് കാണുക. ഞാൻ എങ്ങനെയാണ് നേരിട്ട് ചേച്ചിനെ കാണാം. ഈ ഞെക്കലും പിഴിയിലൊക്കെ ആരുടെ ഐഡിയ ആയിരുന്നു? നെക്കലും വീട്ടിലൊക്കെ വീട്ടിലുള്ളതല്ലേ, കൂട്ടി പിടിച്ചെന്നുള്ള ദാസേട്ടൻ വിളിക്കുകയും ചെയ്യായിരുന്നോ? ആള് എന്താണ് കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞപ്പോ ഒരു മെസ്സേജ് അല്ല എല്ലാരും പറഞ്ഞു എന്ത് പ്രശ്നം ആയിട്ട് ആള് വലിയ കിട്ടി വന്ന ആളെന്നെ ആള് ഇപ്പൊ വലിയ ഇടാവുന്ന ആൾക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞു ചേട്ടൻ എന്തിനാ ഇങ്ങനെ പറഞ്ഞ ചേട്ടൻ ഈ കൊണ്ട് വന്ന അല്ല അത് ഇഷ്ടമാണല്ലോ. അതിലൊരു വാക്ക് ഭയങ്കരമായിട്ട് വിവാദം. നിങ്ങളൊക്കെ എന്താ ചെയ്തോണ്ടിരുന്നേ? ഞാന് ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞത് പ്ലസ് 2 കഴിഞ്ഞ ശേഷം. ബ്രോയോ? ടോഡി മേക്കർ. ടോഡി മേക്കർ. ടോഡി മേക്കർ. ടോഡി മേക്കറാണ്. ഓ അടിപൊളി. ഞാൻ ആലോചിക്കുന്നത് എന്താ പറയണ്ടേ. പഞ്ചുണ്ട് ഇംഗ്ലീഷ് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അടിച്ചമർത്തിയല്ലേ. അത് ഇംഗ്ലീഷ് സ്പീച്ച് പറഞ്ഞിട്ട് ഒരു നാടകം കലക്കവിടെ പ്രസംഗം. അന്ന് അത് അവിടുത്തെ ടീച്ചർക്ക് പോലും പറയാൻ പറ്റുന്നില്ല. വെറും ഇവർക്ക് പഠിക്കാൻ കഴിവുണ്ടായിട്ട് പഠിക്കണ്ട കൈയ്യടി വെച്ചിട്ട് യൂട്യൂബിന്റെ മറ്റേ മെയിൻ നാടകത്തിന് കൊണ്ടേയില്ല. അത് നമ്മള് കാണിച്ചു കൂട്ടി സാധനം ഇങ്ങനത്തല്ലേ പിന്നെ കൊണ്ടുപോകാൻ പറ്റാ.